നമസ്കാരം പ്രിയമുള്ളവരെ. ഒരേ പേരുകാരായ രണ്ടുപേർ ഒരേ കേസിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രതികളായി നിൽക്കുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാൾ യഥാർത്ഥ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ, മറ്റൊരാൾ രാഹുൽ ഈശ്വർ. അയാൾ ചെയ്ത കുറ്റം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒന്നാമത്തെ പരാതിയിലെ പരാതിക്കാരിയുടെ ജോലി എന്താണെന്നും ഭർത്താവ് ആരാണ്, കല്യാണം കഴിച്ചതാണെന്നും വെളിപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ആൾക്കാരോട് മുമ്പിലൊന്ന് ആളാവാൻ വേണ്ടി പോലീസ് വരുന്ന സമയത്ത് ഞാനത് കൊടുത്തില്ല ഇത് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആളാവാൻ ശ്രമിച്ചു. പോലീസിന് അത് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് അങ്ങനാണല്ലോ. പിറ്റേ ദിവസം തന്നെ അയാളെ അന്ന് തന്നെ പൊക്കി വീണ്ടും ജാമ്യമില്ലാത്ത വകുപ്പ് കൊടുത്തു. വീണ്ടും പരാതികളുടെ പുറത്ത് പരാതി കൊടുത്ത് അയാളെ 16 ദിവസം ജയിലിലിട്ടതിന് ശേഷമാണ് ജാമ്യം കൊടുത്തത്. ജാമ്യം കൊടുത്തപ്പോൾ കോടതി പറഞ്ഞു, സമാന രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്യരുത്, പരാതിക്കാരി ഇനി അപമാനിക്കാനോ ഒന്നും പാടില്ല, അതായത് പൊതു ഇടത്തിൽ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞു. രാഹുൽ ഈശ്വർ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പരാതിക്കാരിക്കെതിരെ എന്നുള്ള രീതിയിലല്ല, ഞാൻ പറഞ്ഞ സത്യമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു. അതും പരാതിക്കാരിക്ക് അപകീർത്തികരമായി എന്ന രീതിയിൽ സൈബർ പോലീസിൽ പരാതി കൊടുത്തു. എന്നാൽ രാഹുൽ ഈശ്വർ ഒരു പരാതി കൊടുത്തിരുന്നു, തന്നെ ഇങ്ങനെ സോഷ്യലിൽ തനിക്കെതിരെ ഇങ്ങനെ കള്ളപ്പരാതി കൊടുക്കുന്നു, അതിനെതിരെ നടപടി സ്വീകരിക്കണം, അത് ഡിഫോമേറ്ററി ആണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. അതിൻ്റെ പുറത്ത് ഒരു നടപടി എടുത്തില്ല. പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യത്തെ കേസ് നിങ്ങൾക്കറിയാം, ജാമ്യം കോടതി അനുവദിച്ചില്ല. അതെന്താ കാര്യം? രണ്ടാമതൊരു പരാതി വന്നു എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. അപ്പോൾ ഇയാളൊരു ഹാബിച്വൽ ഓഫിറ്റൻ്റ് ആണ്, സ്ഥിരമായി കുറ്റവാളിയാണ്, അതുകൊണ്ട് പറ്റില്ല എന്ന രീതിയിൽ പ്രിൻസിപ്പൽ ജഡ്ജ് എസ് നസീറ വിധി പറഞ്ഞു. രണ്ടാമത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ക്രൂരവും പൈശാചികവുമായ ബലാത്സംഗത്തിൽ ഇരയായ പെൺകുട്ടിയുടെ പരാതിയുടെ പുറത്ത് രാഹുൽ മാങ്കൂട്ടം മുൻകൂർ ജാമ്യത്തിന് ചെന്നപ്പോൾ പുള്ളിക്കാരത്തി ജഡ്ജ് ജാമ്യം കൊടുത്തു. ആ ജാമ്യം കൊടുത്ത ആൾ തന്നെയാണ് ഈ പറഞ്ഞ രാഹുൽ ഈശ്വറിനും ജാമ്യം കൊടുത്തത്. ആ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇയാൾ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോയിരിക്കുകയാണ് സൈബർ സെല്ല് വീണ്ടും കോടതിയിൽ. ഇതേ ജാമ്യം റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതി വ്യക്തമായ കാര്യങ്ങളെ പഠിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ് ഗവൺമെൻറ് എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടിടത്തും സർക്കാരാണ് വാദി, പ്രതിസ്ഥാനത്ത് 2 രാഹുലുമാരാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം. നേരത്തെ ഒരു ദിവസം ഇത് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ഞാനത് വേണ്ട എന്ന് വിചാരിച്ചു. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ കേസിൽ പറയുന്ന പരാതിക്കാരി KPCCയുടെ പ്രസിഡന്റാണ് പരാതി കൊടുത്തത്. ആ പരാതി DGPക്ക് പേരും നാളൊന്നുമില്ലാത്ത പരാതി നേരെ DGPക്ക് കൈമാറി. അതിനകത്ത് പറയുന്നത്, തന്നെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് അടൂരിൽ വരുത്തി സുഹൃത്തായ ഫെനീനോട് ചേർന്ന് ഒരിടത്ത് കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തു. തനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലായിരുന്നു, ശരീരം മൊത്തം വേദനയായിരുന്നു, ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുക, തനിക്ക് മരുന്ന് തന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ക്ഷീണം മാറ്റാൻ മരുന്ന് തന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനകത്ത് എന്തുകൊണ്ട് പരാതി എന്ന് കൊടുത്തില്ല എന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം തന്നെ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളും രാഹുൽ മാങ്കൂട്ടത്തെ പേടിച്ചാണ് പരാതി കൊടുക്കാനെന്ന് പറഞ്ഞു. ഈ പരാതിക്കാരിയായി പറയുന്ന ആൾ പത്തനംതിട്ട ജില്ലാ സ്വദേശിയാണെന്ന് പറയുന്നു, എനിക്കറിയില്ല, നേരെ ബാംഗ്ലൂരിൽ താമസിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൊഴിയിൽ പറയുന്നു, എന്തുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ രണ്ടാം മൊഴി എടുത്തല്ലോ, മൊഴിയിൽ പറയുന്നു എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ താമസിച്ചതിൻ്റെ കാരണമായി പറയുന്നത്, വീട്ടുകാരറിഞ്ഞാൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും, വീട്ടുകാരറിഞ്ഞാൽ അവർ തന്നെ വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ വീട്ടുകാരറിയുന്നതിലുള്ള മനോവിഷമം കൊണ്ടാണെന്ന് പറയുന്നു. കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധം തുടരുകയായിരുന്നു, നിരന്തരം ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പരാതിയിൽ പറയുന്നുണ്ട്, വീട്ടിൽ വന്നതിന് ശേഷം ശാരീരിക അസ്വസ്ഥത മാറ്റാൻ വേണ്ടി ചികിത്സ തേടിയിരുന്നു എന്നും പറയുന്നു. മനസ്സിലാക്കുക, വീട്ടുകാരറിഞ്ഞാൽ പ്രശ്നമുണ്ടാകും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ ഞാൻ ഒരിക്കലും ഒരിടത്ത് മൊഴി പറഞ്ഞു. വീട്ടിലെത്തി ചികിത്സ തേടിയെന്ന് മറ്റൊരിടത്ത് പറയുന്നു. ചാറ്റും നല്ല ബന്ധവും ഞങ്ങൾ തുടർന്നിരുന്നു എന്നും പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം, 2023 രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അല്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനല്ലായിരുന്നു. ഇതൊക്കെ തന്നെ ഇത് കണ്ടിട്ട് കോടതി പറഞ്ഞു, ഇത് രാഷ്ട്രീയ വൈരത്തിനോട് കെട്ടിക്കഥ ഉണ്ടാക്കിയൊരു കഥയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിൻ്റെ നിലനിൽപ്പിനെ തന്നെ കോടതി ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിൽ ജാമ്യം കൊടുത്തിരിക്കുന്നത്. ആ ജഡ്ജ്മെൻറ്റ് വായിച്ചു നോക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാക്കുകയും ചെയ്യും. പ്രതിക്ക് ആനുകൂല്യം കിട്ടുന്ന രീതിയിലുള്ള എല്ലാമാണ് അവിടെ ചെയ്തത്. പ്രണയമാണ്, ബലാത്സംഗമാണ്. പ്രണയത്തിൻ്റെ ഇടയിൽ നടക്കുന്നതിനെ ബലാത്സംഗം എന്ന് പറയാൻ പറ്റുമോ? BJPക്കാരും CPMകാരുമായി എൻ്റെ സന്തത ആയി എന്നെ എതിർത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കാരാണ് ഇതിന് പിന്നിലെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആക്ഷേപം. ആ ആക്ഷേപത്തിനെ ശരിവെക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രേരിതത്തിൻ്റെ സാധ്യത തള്ളിക്കളയാതെയാണ് രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്തിരിക്കുന്നത്.
ആ ജാമ്യം തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയാനുള്ള കാരണം. ഒന്നാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള കളിയാണ് ഇവർ ചെയ്യുമ്പോൾ, ഈ രണ്ടാമത്തെ കേസിൻ്റെ കാര്യം ഇവരവിടെ പറയുമ്പോൾ ജാമ്യം കൊടുത്ത ജഡ്ജ് ഇത്രയൊക്കെ കാര്യങ്ങൾ കണ്ടെത്തിയെന്ന് രാഹുലിൻ്റെ അഡ്വക്കേറ്റ് അവിടെ പറയും. അതോടുകൂടി ഒന്നാമത്തെ കേസിൽ രാഹുലിന് ജാമ്യം കിട്ടും, രണ്ടാമത്തെ കേസിലെ ജാമ്യം നിൽക്കുകയും ചെയ്യും. അതൊരിക്കലും ഹൈക്കോടതി എടുത്തു കളയാൻ സ്റ്റേ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെയാണ് രാഹുൽ ഈശ്വറിൻ്റെ കാര്യം. രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിൽ ഈ ജാമ്യം റദ്ദ് ചെയ്യുന്നതിന് അതിൻ്റേതായ ചില നടപടിക്രമങ്ങളുണ്ട്. രാഹുലിന് ഹൈക്കോടതി നോട്ടീസ് അയക്കണം, നോട്ടീസ് അയച്ച് വരുത്തണം, അതിനുശേഷം രാഹുലിനെ കേൾക്കാതൊന്നും ജാമ്യം തട്ടിക്കളയാറില്ല. പക്ഷേ ഒരു വാർത്ത കൊടുത്ത് രാഹുൽ ഈശ്വറിനെ കൂടി ഇതിനകത്ത് നിർത്തി മറ്റു പല പ്രശ്നങ്ങളെയും നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് മാറ്റാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഗൂഢമായ ലക്ഷ്യത്തിന് കൂട്ടുനിൽക്കുകയാണ് കേരളത്തിലെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം പോലീസുകാർ എന്നുള്ളതാണ് സത്യം. ഇനി എനിക്ക് മറ്റൊരു സംശയം കൂടിയുണ്ട്. പോലീസ് സേനയിൽ നല്ലൊരു വിഭാഗത്തിന് നമ്മുടെ ഇപ്പോഴത്തെ ഭരണത്തോട് ഏറ്റവും കൂടുതൽ അമർഷമുള്ളവരാണ്. അവരാരെങ്കിലും വെക്കുന്ന കെണിയാണോ ഇതെന്ന് എനിക്കറിയില്ല. അതിലേക്ക് സർക്കാർ ചെന്ന് വീഴുകയാണോ? ഇപ്പം തന്ത്രി അറസ്റ്റ് ചെയ്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയാണോ എന്നുകൂടി സംശയിക്കണം. ഒരു സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ മറ്റൊരു സർക്കാർ മാറി വരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരൊന്നും തന്നെ പിന്നെ ഈ ഭരിക്കുന്ന കക്ഷികൾ പറയുന്നത് ചെയ്യില്ല. കാരണം 2-3 മാസമേ ഉള്ളൂ. അതിനൊത്തൊരു നടപടിയെടുക്കാൻ അവർക്ക് സാധിക്കില്ല. അങ്ങനെ സർക്കാരിന് പണി കൊടുക്കാൻ വേണ്ടിയാണോ പോലീസ് പ്രോസിക്യൂഷനും ഇത്തരം നിലപാടെടുത്തിരിക്കുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ ദോഷേയതർക്കായിട്ട് കാണരുത്. അത് സത്യമാവാനുള്ള സാധ്യതയും കൂടുതലാണ്. നന്ദി, നമസ്കാരം.